തമിഴ്നാട്ടിലെ രാഷ്ട്രീയം തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന രൂപത്തിലാണ് ഇപ്പോൾ വരുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്വന്തം മകൻ ഉപമുഖ്യമന്ത്രിയാവുക എന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമില്ല. നാളെ അദ്ദേഹം തന്നെയായിരിക്കും അവിടെ മുഖ്യമന്ത്രിയാവുക എന്നതിന് ആർക്കും വലിയ സംശയവും ഇല്ല. തമിഴ്നാട്ടിന്റെ ഒരു പാരമ്പര്യം പരിശോധിച്ചാൽ അതിൽ വലിയ അത്ഭുതവുമില്ല. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് വിജയ് എന്ന നടൻ തന്റെ പാർട്ടിയുമായി രംഗത്ത് വരികയാണ് എന്ന് പ്രഖ്യാപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ സാന്നിധ്യമായി വിജയ് ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വിജയുടെ ഒരു പ്രത്യേകത, വിജയ് ഏതെങ്കിലും രാഷ്ട്രീയവുമായി മുമ്പ് ഒരിക്കലും ബന്ധപ്പെട്ട ഒരാളല്ല. ഇതിൽ ADMKയോ DMKയോ BJPയോ കോൺഗ്രസോ ആയിട്ടൊന്നും വിജയ്ക്ക് ബന്ധമുണ്ടോ എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വിജയ് രംഗത്തിറങ്ങിയാൽ ആരുടെ വോട്ടുകളാണ് പോവുക എന്ന ചോദ്യം പ്രസക്തമാണ്. വിജയുടെ ഫാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വോട്ടുകളെ ചോർത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തിന് എതിരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഫാൻസ് അസോസിയേഷൻ മണ്ഡലം ഒക്കെ ഉണ്ടല്ലോ, ആ മണ്ഡലം രസികർ മണ്ഡലം അവിടെ വന്നേക്കും. പക്ഷേ DMK അങ്ങനെ കാത്തു നിൽക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വരുന്നത്. കാരണം വിജയ് യുവാക്കളെ നന്നായി ആകർഷിക്കുന്നു, സോഷ്യൽ മീഡിയ വളരെ നന്നായി പ്രയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള മുഖ്യമന്ത്രി സ്റ്റാലിന് ഒരുപക്ഷെ പഴയതുപോലെ ഒരു യുവാവിൻ്റെ പോലെ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ സ്റ്റാലിൻ്റെ ചലിക്കുന്ന മുഖമായി ഉദയനിധി സ്റ്റാലിൻ എന്ന നടൻ, അദ്ദേഹം നടനാണല്ലോ, നടൻ രംഗത്ത് വരും. അങ്ങനെ വരുമ്പോൾ വിജയും ഉദയനിധി സ്റ്റാലിനും തമ്മിലായിരിക്കും ഇനി ഏറ്റുമുട്ടൽ ഉണ്ടാവുക എന്നൊരു തോന്നൽ തമിഴകത്തുണ്ടായി. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, മറ്റു രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ പ്രതികരിക്കുന്നു അറിയില്ല. ഏതായാലും വിജയ് നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് DMK. അതിൻ്റെ പുതിയ മുഖം വരുന്നു, സോഷ്യൽ മീഡിയ കൂടുതൽ ആക്റ്റീവ് ആവുന്നു. അങ്ങനെ പുതിയ പോർമുഖങ്ങളിലേക്ക് ഇത് ഈ എന്താ പറയുക സംഘടനമെന്നോ അല്ലെങ്കിൽ മത്സരം നീങ്ങുകയാണ്. എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ വഴിയുള്ളൂ. കാരണം തമിഴ് ജനത അത്ര എളുപ്പത്തിൽ അവരുടെ മനസ്സ് വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കുമ്പോൾ പൂർണ്ണമായും അത് ഒരാൾക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലാണ് തമിഴ് ജനതയുടെ പ്രത്യേകത. ഒരു വശത്തേക്ക് ചായുന്ന ഒരു ജനതയാണ്. അതുകൊണ്ട് സംഘടനാശേഷിയുള്ള DMK എങ്ങനെ അത്ര സംഘടനാശേഷിയില്ലാത്ത വിജയെ പ്രതിരോധിക്കും എന്ന ചോദ്യം പ്രസക്തമാണ്.